നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും. ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ അട്ടിമറികൾ സംഭവിക്കാൻ പോകുന്ന ഒരു ഇടമാണ് ആലപ്പുഴ എന്ന് പറയാതിരിക്കാനും കഴിയില്ല. കാരണം ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും ഒപ്പം തന്നെ എ മാരിഫും അവിടെ മാറ്റുരയ്ക്കുന്നു. കൂടാതെ അവിടെ എത്തിയ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന BJPയുടെ നേതാവ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒന്നാമതെത്തുന്നു എന്നുള്ളതാണ് ആശങ്ക ഉളവാക്കുന്നത്. കാരണം ശോഭയുടെ പ്രവർത്തനങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ വളരെ കൃത്യമായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നടപ്പിലാക്കുന്ന പ്രക്രിയ നടക്കുന്ന ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് പതറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് ആരാണ്? കോൺഗ്രസിൻ്റെ നേതാവ് എന്ന് പറയപ്പെടുന്ന കെ സി വേണുഗോപാൽ, AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, ഒരേ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി. ഇത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി തോൽക്കാൻ പോകുന്നു, പരാജിതനാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. പരാജയപ്പെടുത്തുന്നത് മറ്റാരുമല്ല, ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി അവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് വരുന്നത്. അപ്പോൾ അവിടെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും കോൺഗ്രസിൻ്റെ പ്രചരണങ്ങൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും രമേശ് ചെന്നിത്തല, അതായത് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല എത്തേണ്ട ഒരിടമാണ് ആലപ്പുഴ. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഹരിപ്പാട് നിയോജക മണ്ഡലം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ആലപ്പുഴ. ആലപ്പുഴയിൽ വന്ന് കെ സി വേണുഗോപാലിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അദ്ദേഹം 10 ദിവസമെങ്കിലും ഈ AICCയുടെ നേതാവായിട്ടുള്ള വേണുഗോപാലിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ ആലപ്പുഴയിൽ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ പറഞ്ഞപ്പോഴും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതെ മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെ ഒഴിഞ്ഞു മാറി മറ്റ് മണ്ഡലങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്ന ഒരു സമീപനമാണ് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെ സി വേണുഗോപാൽ പരാജയപ്പെടുവാനുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് 10 ദിവസം താൻ വന്നു നിന്ന് അവിടെ പ്രവർത്തനം നടത്തിയാൽ താൻ വന്നു നിന്ന് കെ സി വേണുഗോപാലിനെ തോൽപ്പിച്ചതാകില്ലേ എന്നൊരു സംശയം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ എത്തുന്നില്ല എന്നാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ അങ്ങനെ മാത്രമല്ല, ശോഭയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശോഭാ സുരേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, ഇവയൊക്കെ തളയ്ക്കുവാനുള്ള പ്രതിരോധിക്കുവാനുള്ള കരുത്ത് കോൺഗ്രസിന് ഇല്ലാതാകുന്നു. കോൺഗ്രസ് അവിടെ പാടെ തകിടം മറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇങ്ങനെ വഴിമാറി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതായത് AICCയുടെ നേതാവിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് കോൺഗ്രസ്സുകാർ തന്നെ മനസ്സിലാക്കിയ സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു രമേശ് ചെന്നിത്തല അടക്കം ഇങ്ങനെ മറ്റ് ജില്ലകളിലേക്ക് പോയി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്ന മറ്റൊരു കാര്യമെന്ന് പറയപ്പെടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ചൂടിലെ രാഷ്ട്രീയ തന്ത്രത്തിൽ രഹസ്യ ഫോണുണ്ട്. അദ്ദേഹത്തിന് വന്ന രഹസ്യ ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് വിട്ടുമാറിയിട്ട് സംസാരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല കയറുന്നത് ദേശാഭിമാനി പത്രത്തിൻ്റെ ഓഫീസിലാണ് എന്നുള്ളൊരു വാർത്തയുണ്ട്. അതായത് കാസർഗോഡ് പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ പ്രസ്സിലേക്ക് ക്ഷണിച്ചതനുസരിച്ച് എത്തിയതായിരുന്നു രമേശ് ചെന്നിത്തല. അവിടെ ഏകദേശം ഒരു 10ലധികം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. MLA മാരായിട്ടുള്ള NA നെല്ലിക്കുന്ന്, കൂടാതെ AKM അഷ്റഫ്, UDF നേതാക്കളായിട്ടുള്ള കല്ലട മാഹിൻ, കൂടാതെ K നീലകണ്ഠൻ, PK ഫൈസൽ തുടങ്ങിയവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ചാടി വീണ് ദേശാഭിമാനി ഓഫീസിലേക്ക് കയറുന്നത്. 12 മണിക്കായിരുന്നു പ്രസ് മീറ്റ് നിശ്ചയിച്ചത്. എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ താളിപ്പടുപ്പ് മൈതാനിയിലെ പരിപാടി അത് നിശ്ചയിച്ചാലും ഏറെ വൈകുമ്പോൾ ഈ സമയം പ്രസ് ക്ലബിൻ്റെ താഴെ ആൾക്കൂട്ടത്തിനുള്ളിൽ സംസാരിക്കുകയായിരുന്ന രമേശ് ചെന്നിത്തല നിരവധി ഫോണുകൾ ഇങ്ങനെ അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെ ഭാഷകളൊക്കെ മാറി അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഫോൺ കോളുടെയും ചുറ്റുമുള്ളവരുടെയും ഒക്കെ എണ്ണം വർദ്ധിച്ചതോടെ സ്വകാര്യത അന്വേഷിച്ച ചെന്നിത്തല കണ്ടത് മുന്നിലെ ദേശാഭിമാനിയുടെ ഓഫീസായിരുന്നു. അതിനകത്ത് പാർട്ട് ടൈം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള രാജശേഖരൻ മാത്രമാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അകത്ത് കയറിയ ചെന്നിത്തല രാജശേഖരനോട് വാതിലടയ്ക്കാൻ ആവശ്യപ്പെടുകയും ഏറെ നേരം സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയ ചെന്നിത്തലയോട് ഇരുന്ന സ്ഥലത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അതിനെന്താ എന്ന ഒരു ചിരിയായിരുന്നു മറുപടി നൽകിയത് എന്നുള്ളതാണ്. പിന്നീട് മുകളിലെ പ്രസ് ക്ലബിലേക്ക് അദ്ദേഹം കയറുകയും തുടർന്ന് ഇടതുപക്ഷത്തിനെതിരെ വളരെ വലിയ തരത്തിൽ ആഞ്ഞടിക്കുന്ന മറുപടികളുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ മീറ്റ് ദ പ്രസ് പരിപാടി മുന്നോട്ട് പോവുകയും ചെയ്തു. മാത്രമല്ല, ഈ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് രമേശ് ചെന്നിത്തല. അടുത്ത ദിവസം അദ്ദേഹം പൂനെ ഫ്ലൈറ്റിൽ മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടതുണ്ട്. കോൺഗ്രസ് വിജയിച്ച തെലങ്കാനയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയും അദ്ദേഹത്തിനായിരുന്നു. ഈ സാഹചര്യത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതായത് രമേശ് ചെന്നിത്തല ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ നിയോജക മണ്ഡലം. മാത്രമല്ല, മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല. അവിടെ പാർട്ടിക്കുള്ളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയപ്പെടുന്ന ആ മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന വലിയ പദവിയാണ്.
ആ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ആലപ്പുഴയിൽ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പരാജയപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പായ സാഹചര്യത്തിൽ 10 ദിവസമെങ്കിലും ആലപ്പുഴയിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും അതിന് ചുക്കാൻ പിടിക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിന്നൊക്കെ കളം മാറി കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലൊക്കെ കടന്നു കയറി ഇപ്പോൾ ഇന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ആലപ്പുഴയിൽ വരാതെ അദ്ദേഹം മാറി നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ചില മാധ്യമപ്രവർത്തകരടക്കം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു പരാജയം KC വേണുഗോപാൽ ഉണ്ടാവുകയാണെങ്കിൽ അത് കഴിഞ്ഞ 10 ദിവസത്തെ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരിക്കും, അതായത് ഗ്രൂപ്പ് വൈരം മൂലം ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് സൂചന. അതുകൊണ്ട് അതിൽ ഭയന്നാണ്. കാരണം അതിൽ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? മഹാരാഷ്ട്രയിലെ ജനറൽ സെക്രട്ടറി, അതായത് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയെ AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിന് വേണമെങ്കിൽ ആ പദവിയിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റാം. തോൽവി ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലൊരു മാറ്റവും ഉണ്ടാകും. ആ മാറ്റം ഭയന്നുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ മാറി മറ്റ് ജില്ലകളിലേക്ക് പ്രചരണങ്ങൾ നടത്തുകയും ഇവിടെ കേരളത്തിൽ ആലപ്പുഴയിൽ പ്രചരണം നടത്താതെ മാറി നടക്കുകയും ചെയ്യുന്നത് എന്നുള്ള അഭ്യൂഹം ഉയരുന്നുണ്ട്. ഇതിനകത്തെ വസ്തുത എന്ന് പറയപ്പെടുന്നത് പരാജയഭീതിയിലായി പോകുന്ന കോൺഗ്രസിനെ രക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ നേതാക്കളും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്.